വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശങ്ങൾ മുഖ്യമായും മലയാളിക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ ആഴ്ചയിലും അനേകം പ്രസംഗങ്ങൾ മാർപ്പാപ്പ നടത്തേണ്ടി വരുന്നുണ്ട്. വിവിധ ഗ്രൂപ്പുകളോട്, സെമിനാറിൽ പങ്കെടുക്കുന്നവരോട്, വത്തിക്കാനിൽ ഒന്നിച്ചു കൂടുന്ന ആളുകളുമായുള്ള അഭിമുഖ സംഭാഷണങ്ങളിലൊക്കെ മാർപ്പാപ്പയ്ക്ക് സന്ദേശങ്ങൾ നൽകേണ്ടി വരും. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില സന്ദേശങ്ങളാണ് നൽകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലങ്ങളിലും കുടിയേറ്റങ്ങൾ നടക്കുക, അഭയാർത്ഥികളായി പോകേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടി ഒരു ദിനം സഭ മാറ്റിവെച്ചിട്ടുണ്ട് വലിയ പ്രാധാന്യത്തോടെ. കുടിയേറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാനൊക്കെയുള്ള ആ ദിവസം അതിന് പരിശുദ്ധ പിതാവ് നൽകിയ സന്ദേശമാണ്. കൃത്യം പറഞ്ഞാൽ ഇതിൻ്റെ 109ാമത് കുടിയേറ്റ ദിനത്തിന്, ലോക കുടിയേറ്റ ദിനത്തിന് നൽകിയ സന്ദേശമാണിത്. ക്രിസ്ത്യാനികളായ നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട പല കാര്യങ്ങളും മാർപ്പാപ്പ ഈ സന്ദേശത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേക വിഷയമായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് കുടിയേറണോ വേണ്ടയോ എന്ന് സ്വതന്ത്രമായി തീരുമാനിക്കണമെന്നാണ്. അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. കുടിയേറ്റം നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല, പക്ഷേ അത് സ്വതന്ത്രമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്ന ആ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. 109ാമത് ലോക കുടിയേറ്റ അഭയാർത്ഥി ദിനത്തിൽ മാർപ്പാപ്പ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മടങ്ങി വരാനുള്ള സാധ്യതയുൾപ്പെടെ, ഒരാൾ രാജ്യം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയാൽ മടങ്ങി വരാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അത് പ്രത്യേകം പരിഗണിക്കണം. പുറപ്പെടുന്നത് മുതൽ എത്തുന്നത് വരെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളുടെ ഓരോ വശവും സൂക്ഷ്മമായി വിലയിരുത്താൻ കഴിയും വിധം, എല്ലാ കാര്യങ്ങളും കാണാനും വിലയിരുത്താനും അതിസങ്കീർണവും വൈവിധ്യമാർന്നതുമായ ഈ കാലത്തെ കുടിയേറ്റ ഒഴുക്ക് ഉചിതമായി, ഇന്ന് ഒഴുക്ക് വളരെ ശക്തം, നമുക്കറിയാം, നമ്മുടെ നാടൊക്കെ അങ്ങനെയാണ് പോകുന്നത്, ഉചിതമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ് എന്ന് പരിശുദ്ധ പിതാവ് ആമുഖമായി പറയുകയാണ്. ഇത്തവണത്തെ സന്ദേശത്തിന് ഞാൻ സമർപ്പിക്കുന്ന വിഷയം ഇതാണ് എന്ന് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. ഒരാളുടെ ജന്മനാട് വിടണോ എന്ന തീരുമാനം എപ്പോഴും സ്വതന്ത്രമായി എടുക്കാൻ കഴിയണം. അവിടെ അതിന് വലിയ മഹത്വമുള്ളൂ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിട്ടുപോകാൻ, അതുപോലൊപ്പം തുടരാൻ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സമകാലിക കുടിയേറ്റ നീക്കങ്ങൾ എന്ന വെല്ലുവിളിയോട് സുദൃഢമായി പ്രതികരിച്ചുകൊണ്ട് ഇറ്റാലിയൻ മെത്രാൻ സമിതി ആരംഭിച്ച ഉദ്യമത്തിൻ്റെ തലക്കെട്ട്. ഇതിന് തുടക്കം കുറിച്ച് ഇറ്റാലിയൻ ഗവൺമെൻറ്, ഇറ്റാലിയൻ മെത്രാൻ സമിതിയാണെന്നും അന്ന് അതിന് വിട്ടുപോകാനും തുടരാനുമുള്ള സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് തിരഞ്ഞെടുത്തത് എന്നും മാർപ്പാപ്പ ആമുഖമായി പറയുകയാണ്. അപ്പം ഈ പ്രത്യേക സഭകളെ ശ്രദ്ധയോടെ ശ്രവിച്ച് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്ന അജപാലന അഭിപ്രായമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുന്നത് എന്ന് ആമുഖത്തിൽ മാർപ്പാപ്പ പറയുന്നു. മാർപ്പാപ്പ ബൈബിളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അത് നല്ലതാണ് നമ്മളും ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങുന്നു.
മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഇത് ദൈവം യൗസേപ്പ് പിതാവിന് നൽകിയ സന്ദേശമാണ്. തിരുക്കുടുംബത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനം സ്വതന്ത്ര തീരുമാനത്തിൻ്റെ ഫലമല്ല, യൗസേപ്പും കുടുംബവും കൂടെ തീരുമാനിച്ചതല്ല. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഒരുപാട് കുടിയേറ്റങ്ങളും അങ്ങനെയല്ലെന്ന് മാർപ്പാപ്പ പറയുകയാണ്. കുടിയേറാനുള്ള തീരുമാനം പക്ഷേ എപ്പോഴും സ്വതന്ത്രമായിരിക്കേണ്ടതാണ്. ഇതാണ് ഈ വിഷയം നമുക്ക് തരുന്നത്. എങ്കിലും ഇന്നത്തെ നമ്മുടെ കാലത്ത് ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെയല്ല എന്ന് മാർപ്പാപ്പ പറയുന്നു. സംഘർഷങ്ങൾ വഴി പോകേണ്ടി വരുന്നുണ്ട്. പ്രകൃതി കെടുതികൾ, ദുരന്തങ്ങൾ കാരണം സ്ഥലം വിടേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ജന്മനാട്ടിൽ അന്തസ്സുറ്റതും അഭിവൃദ്ധിപ്പെടുന്നതുമായ ഒരു ജീവിതമാർഗം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് കുടിയേറുന്നവരുണ്ട്. ഈ അവസാനം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വളരെ പ്രസക്തമാണ്. ഈ നാട്ടിൽ പറ്റുന്നില്ല, എന്താ ജോലി, ഞങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാടുവിടുന്നത്, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. അതൊരു വലിയ പ്രതിഭാസമായി തീർന്നിരിക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജന്മനാട് വിടാൻ നിർബന്ധിതരാകുന്നത്. 2003 തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഇങ്ങനെ പ്രസ്താവിച്ചിരുന്നു എന്ന് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും കാര്യത്തിൽ സമാധാന മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നതിന് അർത്ഥം, സമാധാന മാർഗം ഉണ്ടാക്കുന്നതിനർത്ഥം എന്താണ്? പ്രായോഗികമായി കുടിയേറാതിരിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ഗൗരവത്തോടെ പ്രതിജ്ഞാബദ്ധരാകുക എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇവിടെ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് കുടിയേറാതിരിക്കാനുള്ള ഒരു മാർഗം, ഒരു ലക്ഷ്യം. അത് നഷ്ടപ്പെടുന്നതാണ് ദയനീയമായ കാര്യമെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഒരാളുടെ സ്വന്തം രാജ്യത്തിൽ സമാധാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ടാവുക എന്നതാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ കുടിയേറിപ്പോകാൻ, നാടുവിടാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവുകയില്ല എന്നതാണ് കാര്യം. അപ്പോൾ തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി. ഇത് പറയുന്നത് യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി എന്ന് പറയുന്ന ഭാഗത്താണ്. നമുക്കറിയാം ഈജിപ്തിലേക്ക് അവർ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്. ഉൽപ്പത്തിയുടെ 46-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് നല്ലതാണ്. കടുത്ത ക്ഷാമം യാക്കോബിനെയും അവൻ്റെ മുഴുവൻ കുടുംബത്തെയും ഈജിപ്തിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കി. കഠിനക്ഷാമം വന്നതുകൊണ്ടാണ്. അവരുടെ അതിജീവനം മകൻ ജോസഫ് ഉറപ്പുവരുത്തി. ജോസഫ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകാനും ജീവിതം സുരക്ഷിതമാകാനും കാരണമായി. പീഡനങ്ങൾ, യുദ്ധങ്ങൾ, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, കടുത്ത പട്ടിണി ഇവയാണ് ഇന്നത്തെ നിർബന്ധിത കുടിയേറ്റത്തിൻ്റെ പ്രകടമായ കാരണങ്ങളിൽ ചിലത് എന്ന് മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. കുടിയേറ്റക്കാർ പട്ടിണി കൊണ്ടോ ഭയം കൊണ്ടോ ഗതികേട് കൊണ്ടോ പലായനം ചെയ്യുന്നു. കുടിയേറ്റക്കാർ, യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ കുടിയേറുന്നതിൻ്റെ കാരണം ജീവിതം അവിടെ ദുസ്സഹമായതുകൊണ്ടാണ്. ഈ കാരണങ്ങൾ ഇല്ലാതാക്കുകയും കുടിയേറ്റത്തിന് നിർബന്ധിതരാകുന്നതിന് അറുതി വരുത്തുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ യുദ്ധങ്ങൾ ഒഴിവാക്കുക, കഠിനക്ഷാമങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കുക, മനുഷ്യൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതൊക്കെ വഴിയാണല്ലോ മനുഷ്യ ജീവിതം അവരായിരിക്കുന്ന സ്ഥലത്ത് സുന്ദരമായി, സമാധാനപൂർണമായി, സന്തോഷപൂർവ്വം ജീവിക്കുന്നതിന് ഇടയാക്കുന്നത്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എല്ലാവരുടെയും, ഓരോരുത്തരുടെയും. ഈ പ്രതിജ്ഞാബദ്ധത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാം എന്ത് ചെയ്യുന്നത് നിർത്തണം എന്ന ചോദ്യത്തോടെ ആരംഭിക്കും.
എല്ലാത്തരം ആയുധ മത്സരങ്ങളും, ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാണെന്ന് മാർപ്പാപ്പ പറയുകയാണ്. എല്ലാത്തരം ആയുധ മത്സരങ്ങളും സാമ്പത്തിക കൊളോണിയലിസവും മറ്റു ജനങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കലും നമ്മുടെ പൊതുഭവനത്തെ ശൂന്യമാക്കലും നിർത്തിവെക്കാൻ നാം എല്ലാ പരിശ്രമങ്ങളും നടത്തേണ്ടി വരും. ഇതൊക്കെ നടത്തുമ്പോൾ ഈ ലോകത്ത് അവനവനായിരിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ ഇടയാകും. ഇതും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. സഭയുടെ സുചിന്തിതമായ അഭിപ്രായമാണ് മാർപ്പാപ്പ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ആ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തരം ആയുധങ്ങളുണ്ടാക്കി മത്സരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്ന. മനുഷ്യനാവശ്യമായ ഭക്ഷണമോ മറ്റ് സൗകര്യങ്ങളോ വർദ്ധിപ്പിക്കുന്നതിന് പകരം എത്രയോ കോടിക്കണക്കിന് പണമാണ് ചെലവഴിക്കുന്നത് എന്ന് നോക്കണം. സാമ്പത്തിക കൊളോണിയലിസം, പണമുള്ളവൻ മറ്റുള്ളവൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന അവസ്ഥ, മറ്റു ജനങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നു. ഇതെല്ലാം ഒരനീതിയാണ്, തിന്മയാണ്, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ പൊതുഭവനത്തെ ശൂന്യമാക്കലും പ്രകൃതിയെ നശിപ്പിക്കലും ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും കുടിയേറേണ്ടി വരുന്നത് എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ബൈബിളിൽ നിന്ന് തന്നെ മാർപ്പാപ്പ വേറൊരു ഉത്തരണി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ആദിമ ക്രിസ്ത്യാനികളെപ്പറ്റി പറഞ്ഞിരിക്കുന്നതാണത്. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 44-45 വചനമാണ്. അതിസുന്ദരമായ ഒരു ജീവിത ക്രമത്തെപ്പറ്റിയുള്ള വിവരണമാണത്. അവർ ജീവിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ആരും ഇങ്ങോട്ട് ഓടേണ്ട കാര്യമില്ല, എല്ലാവരെയും സഹായിക്കുന്ന ഒരവസ്ഥ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ആവശ്യം ഇന്നത്തെ യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയായി കാണുന്നു. ഇന്നങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സത്യമായും സ്വതന്ത്രമായും കുടിയേറ്റ തീരുമാനം സാധ്യമാക്കാൻ, പൊതുസ്വത്ത് എല്ലാവർക്കും തുല്യമായി വീതം വയ്ക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ അതിനു വേണ്ട പരിശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. കുടിയേറി ചെല്ലുന്ന സ്ഥലത്ത് ആളുകൾ സുന്ദരമായി ജീവിക്കണമെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളാനുള്ള മനോഭാവം എപ്പോഴും വത്തിക്കാൻ പരിശുദ്ധ പിതാവ് പറയുന്നതാണ്. കുടിയേറ്റക്കാരെ മാന്യമായി ജീവിക്കാൻ സഹായിക്കണം എന്ന് പറയുന്നത്. എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ആദരിക്കപ്പെടുകയും അവർക്ക് സമഗ്ര മാനവ വികസനം പ്രാപ്യമാക്കുകയും ചെയ്യുമ്പോഴാണ് കുടിയേറ്റം അർത്ഥവത്താകുന്നത്. അത് കുടിയേറുന്ന ആളുകൾക്ക് അവിടെ ജീവിതം സുഖകരമാകുന്നത്, അല്ലെങ്കിൽ കുടിയേറാതിരിക്കാനും സഹായിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ ആദരിക്കണം. അത് മനുഷ്യൻ്റെ അവകാശമാണത്. അതുപോലെ തന്നെ അവർക്ക് സമഗ്ര മാനവ വികസനം ലഭ്യമാക്കണം. ഈ രീതിയിൽ മാത്രമേ ഓരോ വ്യക്തിക്കും അന്തസ്സുറ്റതും സഫലവുമായ ഒരു ജീവിതം വ്യക്തിപരമായോ കുടുംബങ്ങൾക്കുള്ളിലോ പ്രദാനം ചെയ്യുന്നതിന് സാധിക്കൂ. കുടിയേറ്റം ഉത്ഭവിക്കുന്ന രാജ്യത്തിൻ്റെ നേതാക്കളിൽ ഇതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം വരുന്നു. ഇപ്പം കുടിയേറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആ കുടിയേറിപ്പോകുന്ന സ്ഥലത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരുടെ കാര്യക്ഷമതയില്ലായ്മയാണ്, വെടിപ്പുകേടാണ്, പദ്ധതിയില്ലായ്മയാണ്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ അത് തന്നെയല്ലേ? ദയനീയമായി ചിന്തിക്കേണ്ടതാണ് ഈ വാക്കുകളുടെ വെളിച്ചത്തിൽ. ഈ നേതാക്കന്മാർ സുതാര്യതയോടും സത്യസന്ധതയോടും കൂടി എല്ലാവരുടെയും, പ്രത്യേകിച്ചും എളുപ്പം മുറിവേൽക്കുന്നവരുടെ സേവനത്തിന് ഉതകും വിധം ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയം പാലിക്കേണ്ടതുണ്ട്. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾ നിലനിൽക്കുന്നതാണ് അപകടം. ദീർഘവീക്ഷണം വേണം, സേവന മനസ്ഥിതി വേണം. അതാണ് ഏറ്റവും ആവശ്യമായ കാര്യം മനുഷ്യൻ്റെ ഈ ലോകജീവിതം സുന്ദരമാക്കാൻ. അവരുടെ പ്രകൃതിദത്തവും മാനുഷികവുമായ വിഭവങ്ങൾ കവർന്നെടുക്കപ്പെടാനാവാത്ത വിധം ഏതാനും ചിലരുടെ മാത്രം താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഭാഗ്യ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് അവർ ഇതിനായി ശക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നം ഇതാണെന്ന് ഇപ്പം പഠനം പഠിക്കുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്. കുറച്ച് പേരുടെ, സമ്പന്നരുടെ കാര്യം ഉറപ്പാക്കാൻ പാവപ്പെട്ടവൻ്റെ കാര്യം അവഗണിക്കപ്പെടുന്നു എന്നതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ലോകത്ത് എപ്പോഴും നടക്കുന്ന വലിയ അനീതിയും തിന്മയും അതാണ്.
അതേപ്പറ്റിയാണ് മാർപ്പാപ്പ പറയുന്നത്. കുടിയേറണമോ തുടരണമോ എന്ന് തീരുമാനമെടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ തീർച്ചപ്പെടുത്തൽ ശ്രദ്ധാപൂർവം പരിഗണിക്കപ്പെടുകയും വളരെ വ്യക്തമായി ഉറപ്പാക്കപ്പെടുകയും വേണമെന്ന് മാർപ്പാപ്പ പറയുന്നു. അങ്ങനെ എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാരും കുഞ്ഞുങ്ങളും അപകടകരമായ വ്യാമോഹങ്ങളുടെ അഥവാ മനസാക്ഷിയില്ലാത്ത കടത്തുകാരുടെ ഇരകളായി ഭവിക്കരുത്. ഇന്ന് എത്രയോ പേർ വഞ്ചിക്കപ്പെടുന്നു എന്നതും നമ്മളെ പഠന വിഷയമാക്കണം. കുറേ പേർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു. ഈ പുറത്തേക്ക് വിടുന്ന കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ നേരെ പ്രസ്ഥാനക്കാരാണ് വന്നത്, എത്രയോ പേരെ വിഷമിപ്പിച്ചു. ഇത് നമ്മൾ അറിയേണ്ടതാണ്. ഇനി മറ്റൊരു വാക്യം മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. ജൂബിലിയുടെ, നമ്മളത് വായിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 25-ലാണ്. ലേവ്യർ ജൂബിലിയുടെ ആരംഭത്തെക്കുറിച്ച് പറയുന്നതാണ്. ജൂബിലിയുടെ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം എന്നാണ് ജൂബിലിയുടെ അർത്ഥം. എല്ലാവരുടെയും തുല്യതയും മഹത്വവും അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ജൂബിലി. 2025 ജൂബിലി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇസ്രായേൽ ജനതയ്ക്ക് ജൂബിലി വർഷം എന്നത് കൂട്ടായ നീതിയെ പ്രതിനിധീകരിക്കുന്നു എന്ന് മാർപ്പാപ്പ എഴുതുന്നു. അതാണ് സത്യം. എല്ലാവരും അവരുടെ തനത് അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കപ്പെട്ടു എന്നതാണ് ജൂബിലി കാലത്ത്. കടങ്ങൾ ഇളവ് ചെയ്ത് ഭൂമി തിരികെ കിട്ടി, പ്രധാനമാണ്. ദൈവജനത്തിൽപ്പെട്ടവർക്ക് ഉചിതമായ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു ജൂബിലി വർഷത്തിൽ. അപ്പോൾ ഇതാണ് ജൂബിലിയുടെ അർത്ഥം. ഉടനെ ഒരു ജൂബിലി വരികയാണ് 2025. വിശുദ്ധ വർഷം നാം സമീപിക്കുമ്പോൾ ജൂബിലി മഹോത്സവത്തിൻ്റെ ഈ വശം, ഈ പറഞ്ഞ വശം, ജൂബിലിയെ പറ്റിയുള്ള ഈ വശം നാം നന്നായി ഓർക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ജൂബിലി വർഷം ആഘോഷിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും മനുഷ്യോചിതമായി നീതിപൂർവകമായി ജീവിക്കാനുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കണമെന്ന്. കുടിയേറാൻ നിർബന്ധിതരാകുന്നതിനു പകരം സ്വന്തം രാജ്യത്ത് സമാധാനപരമായും അന്തസ്സോടെയും ജീവിക്കാൻ അവസരം ലഭിക്കുന്നുവെന്ന് ഓരോ രാജ്യവും അന്താരാഷ്ട്ര സമൂഹവും സംയുക്ത പരിശ്രമങ്ങളിലൂടെ ഉറപ്പാക്കാൻ മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. നോക്കി, മനോഹരമല്ലേ അത്? കുടിയേറാൻ നിർബന്ധിതരാകുന്നതിനു പകരം സ്വന്തം രാജ്യത്ത് സമാധാനപരമായും അന്തസ്സോടെയും ജീവിക്കാൻ അവസരം ലഭിക്കുന്നുവെന്ന് ഓരോ രാജ്യവും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹവും സംയുക്തമായി പരിശ്രമിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ അവകാശം ഇനിയും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. ലോകത്ത് UN ഒക്കെ ഉണ്ടെങ്കിലും അതിനെപ്പറ്റിയുള്ള നിർബന്ധിതമായ നിയമങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് മൗലികവും സുപ്രധാനവുമാണ് എന്ന് പാപ്പ പറയുന്നു. അത് സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ഇന്ന് ലോകം ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് വളരുന്നത്, ഒന്നിച്ച് വികസിക്കുന്നത്. അതുണ്ടാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ഉദ്യമങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ കാരണം മാർപ്പാപ്പ പറയുന്നു, പൊതുവസ്തുക്കൾ ദേശീയ അതിർത്തികളെയും അതിലംഘിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണത്. പൊതുവസ്തുക്കൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ ലോകം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്, ദൈവം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് അതിർത്തി വെച്ച് നമ്മൾ തിരിച്ച് മറ്റിടത്തേക്കുള്ള പ്രവേശനമൊക്കെ തടയുകയും സ്വന്തം രാജ്യത്ത് പോലും നന്നായി ജീവിക്കാൻ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ അപകടകരമാണ്. ലോകത്തിൻ്റെ വിഭവങ്ങൾ തീർച്ചയായും പരിമിതികൾ ഉള്ളതല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ വികസനം പങ്കുവയ്ക്കലിൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതെല്ലാ രാജ്യങ്ങൾക്കുമിടയിൽ നടപ്പാക്കാവുന്നതാണ്. എല്ലാ രാജ്യങ്ങളും മനുഷ്യൻ ആ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യേണ്ടത്. ഈ അവകാശം ഉറപ്പാക്കപ്പെടും വരെ നാം ഒരു നീണ്ട പ്രക്രിയയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഇതാണ് നടക്കേണ്ടത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. മെച്ചപ്പെട്ട ജീവിതം തിരഞ്ഞ് ഒരുപാട് പേർക്ക് ഇനിയും അന്യനാട്ടിലേക്ക് കുടിയേറേണ്ടി വരും. ഈ പറഞ്ഞ കാര്യം നടപ്പാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ കുടിയേറ്റം, അത് വ്യാപകമാകുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്.
മറ്റൊരു ബൈബിൾ ഭാഗം, ഇതെല്ലാം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ എഴുതുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാക്കുകൾ കുടിയേറ്റക്കാരനിൽ നിരന്തരം കാണപ്പെടുന്ന അനുശാസനമാണ് എന്ന് ഇവിടെ മാർപ്പാപ്പ പറയുന്നു. കഷ്ടതയിൽപ്പെട്ടയാൾ ഒരു സഹോദരനോ സഹോദരിയോ മാത്രമല്ല, അങ്ങനെ മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ വാതുക്കൽ മുട്ടി വിളിക്കുന്ന ക്രിസ്തു തന്നെയാണ് എന്ന് ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കുടിയേറ്റ കേസും സ്വതന്ത്രമായി എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണെന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഓരോ കുടിയേറ്റക്കാരൻ്റെയും അന്തസ്സ് പരമാവധി ആദരിക്കാൻ നാം വിളിക്കപ്പെടുന്നു. അതാണ് മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമെന്ന് നാം മനസ്സിലാക്കണം. കുടിയേറ്റ തരംഗങ്ങളെ കൈകാര്യം ചെയ്യലും അനുയാത്ര ചെയ്യലും കഴിയുന്നത്ര മികച്ച രീതിയിൽ നടത്താൻ ഇത് നമ്മെ കടപ്പെടുത്തുന്നുണ്ട്. മതിലുകൾക്ക് പകരം പാലങ്ങൾ പണിയാൻ സുരക്ഷിതവും നിരന്തരവുമായ കുടിയേറ്റ ചാനലുകൾ വികസിപ്പിക്കാൻ കഴിയണമെന്ന് മാർപ്പാപ്പ അന്താരാഷ്ട്ര സമൂഹത്തോടെ പറയുകയാണ്. നാം ജനിച്ച രാജ്യത്തോ മറ്റെവിടെയെങ്കിലുമോ നമ്മുടെ ഭാവി കരുപ്പിടിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അവിടെ നമ്മെ സ്വാഗതം ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, വേർതിരിവും പുറന്തള്ളലുമില്ലാതെ എല്ലാവരെയും ഉൾഗ്രഥനം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവേണ്ടത് സുപ്രധാനമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകളൊക്കെ കുടിയേറി ധാരാളം പോകുന്നു. അവർക്ക് ഈ പറയുന്ന മാർപ്പാപ്പ പറയുന്ന അന്തസ്സോടെ അവിടെ ഒന്നും ജീവിക്കാൻ സാധിക്കുന്നില്ല. ജോലി ചെയ്യുന്നു, പണം കിട്ടുന്നു, മനുഷ്യൻ്റെ സമഗ്രമായ വികസനം ഉണ്ടാകുന്നു എന്ന് നടക്കുന്നില്ല എന്നത് നമ്മൾ പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഉൾഗ്രഥിക്കപ്പെടുന്ന സമൂഹങ്ങൾ ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. സഭ എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിനഡൽ പാത, കൂട്ടായ യാത്ര, അതാണല്ലോ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ചർച്ചാ വിഷയം. അത് എളുപ്പം മുറിവേൽക്കാവുന്നവരെ കാണുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. അവരിൽ അനേകം കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. നമ്മുടെ വഴിയിൽ സഹോദരീ സഹോദരന്മാരെന്ന നിലയിൽ സ്നേഹിക്കപ്പെടാനും കരുതപ്പെടാനുമുള്ള പ്രത്യേക സ്നേഹിതരാണവരെന്ന് നാം മറക്കരുത്. ഒരുമിച്ച് നടക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ബഹുദൂരം പോകാനും നമ്മുടെ യാത്രയുടെ പൊതുലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ഒരു ചിന്തയാണ് മാർപ്പാപ്പ കുടിയേറ്റക്കാരുടെ ദിനത്തിൽ, അഭയാർത്ഥികളുടെ ദിനത്തിൽ നമ്മുടെ പരിചിന്തനത്തിന് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകമുണ്ടാകാൻ വേണ്ടി നമുക്ക് കൈകോർക്കാം. നമുക്ക് കുടിയേറ്റം സ്വതന്ത്രമായി നടക്കണം. അതിന് ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വം, കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം, സഭയുടെ ഉത്തരവാദിത്വം, രാജ്യങ്ങളുടെ ഉത്തരവാദിത്വം, ഇതിലുള്ള അവബോധമുണ്ടാകാൻ ഈ വാക്കുകൾ ഇടയാകട്ടെ. നമ്മുടെ തന്നെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നതിന് കാരണമാകട്ടെ. മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം.